അതിർത്തി മേഖലയിലെ ചന്ദന മാഫിയ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി വനം വകുപ്പ്. ചെത്തിയൊരുക്കിയ ചന്ദനം വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കമ്പംമെട്ട് സ്വദേശികളായ 2 പേർ ഇന്നലെ പിടിയിലായിരുന്നു. ഇവരുടെ സംഘത്തിൽപ്പെട്ടവർക്കായുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അതിർത്തി മേഖലയിൽ ചന്ദനമോഷണം വ്യാപകമാകുന്നത്. കഴിഞ്ഞ ദിവസം ചന്ദനമുട്ടികൾ വിൽക്കുന്നതിനിടയിൽ കമ്പംമെട്ട് പല്ലാമറ്റം സിബിച്ചൻ ദേവസ്യ, അച്ചക്കട പല്ലാമറ്റം സുരേഷ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പട്ടം കോളനിയിലെ ഉടമസ്ഥൻ സ്ഥിരതാമസമില്ലാത്ത കൃഷിയിടത്തിൽ നിന്നുമാണ് പ്രതികൾ ചന്ദനം മുറിച്ചത്. ചെത്തിയൊരുക്കിയ ചന്ദനം വിൽപ്പനയ്ക്കായി ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. 7 കിലോ ചെത്തിയ ഉണക്കച്ചന്ദനത്തിന്റെ കാതലും മോഷണത്തിനുപയോഗിച്ച കൈവാളും ചെത്തിയൊരുക്കുവാൻ ഉപയോഗിച്ച വാക്കത്തിയും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു. മേഖലയിൽ ചന്ദനമോഷണം പതിവായതോടെ 6 മാസം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. പ്രതികളോടൊപ്പം സഹായികളായി ചിലരുള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം മുമ്പ് മേഖലയിൽ സമാന കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.